ഇപ്പോൾ എല്ലാവർക്കും അവരവരുടേതായ ചോയ്സുകൾ ഉണ്ടല്ലേ. നല്ല ഹെവി ലുക്ക് തോന്നണം, എന്നാൽ ലൈറ്റ് വെയിറ്റ് ആയിരിക്കണം, അങ്ങനെ ഒരുപാട് കണ്ടീഷൻസ് ഉണ്ടാവും നമ്മൾ ജ്വല്ലറീസ് ഒക്കെ പർച്ചേസ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഇതുപോലത്തെ നിങ്ങളുടെ കണ്ടീഷൻസ് ഒക്കെ കോംപ്രമൈസ് ചെയ്യുന്ന ഒരു കമ്മലായിട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ ഒരു കമ്മലിൻ്റെ ഫൈനൽ ലുക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഇഷ്ടമായാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ആക്കി കൊടുത്തോളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ കമ്മലിൻ്റെ മേക്കിംഗ് വീഡിയോയിലേക്ക് കിടക്കുകയാണ്. നമ്മളിതാ ഇതുപോലത്തെ കുറച്ച് സ്റ്റോണുകളും പേൾ ചെയിനും OHP ഷീറ്റുമാണ് എടുത്തിരിക്കുന്നത്. ഒരു ചെറിയ പീസ് OHP ഷീറ്റ് മതി കേട്ടോ. ഞാനിപ്പോൾ ആവശ്യത്തിനുള്ള ലെങ്ത്തിൽ കട്ട് ചെയ്ത് വെച്ചു. ബിഗിനേഴ്സ് ഒക്കെ ആണെങ്കിൽ ഇങ്ങനെ പീസ് കട്ട് ചെയ്ത് വെക്കേണ്ട. നിങ്ങളുടെ ആ ഒരു A4 സൈസിലുള്ള ഷീറ്റിൻ്റെ ഒരു സൈഡിൽ ചെയ്താൽ മതി. കാരണം നമുക്ക് എത്ര ലെങ്ത്ത് വേണമെന്ന് ആദ്യമേ അറിയാനൊന്നും പറ്റുണ്ടാവില്ലല്ലോ. അപ്പോൾ അങ്ങനെ ചെയ്താൽ മതി. ഇതേ നമ്മൾ ആദ്യം ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമ്മുടെ ഈ ഒരു ഹാഫ് ബീഡ് അല്ലെങ്കിൽ സ്റ്റോൺ എന്നൊക്കെ പറയാം, ഹാഫ് ബീഡിനെ നമ്മൾ ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ അടിയിലേക്ക് ഒട്ടിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരു ചെറിയ ഗ്യാപ്പ് ഇട്ടിട്ട് ഒട്ടിക്കുക. ഒരു ചെറിയ ഗ്യാപ്പ് നമ്മുടെ പേൾ ചെയിനെ നമുക്കൊന്ന് ചുറ്റിയെടുക്കണം. ആ ഒരു ഗ്യാപ്പ് നമ്മൾ ഇതിലിട്ടിട്ട് അടുത്ത സ്റ്റോൺ ഒട്ടിക്കുമ്പോൾ നമ്മൾ ഇതിനെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വെച്ചിട്ട് ഒട്ടിക്കുക. അതായത് നേരത്തെ നമ്മൾ താഴേക്കാണ് ഒട്ടിച്ചത്, ഇത് മുകളിലേക്ക് വരുന്ന രീതിയിൽ ഒട്ടിക്കുക. കണ്ടോ, ആ ഒരു ഗ്യാപ്പും അവിടെ നിൽക്കണം. നമുക്ക് സ്റ്റോൺ ചെയിൻ ഒട്ടിച്ച് വരുമ്പോൾ ആ ഗ്യാപ്പ് കറക്റ്റായിട്ട് വരും കേട്ടോ. ഇനി നമുക്ക് ഇതിന് ചുറ്റും ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് വേണം നമ്മുടെ പേൾ ചെയിൻ ഒട്ടിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മുടെ ആ ഒരു സൈഡിൽ മാത്രമായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഒരുപാട് ഗ്ലൂ ഇങ്ങനെ വെച്ച് കൊടുക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ഒട്ടിച്ചെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, പിന്നെ കട്ട് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും ഡ്രൈ ആയി കഴിഞ്ഞാലും. അപ്പോൾ അതുകൊണ്ട് ആവശ്യത്തിന് മാത്രം ഗ്ലൂ ഇത് രണ്ട് സൈഡിനും ചുറ്റി കൊടുക്കുക. ആ സെൻറ്റർ ഭാഗവും ഗ്ലൂ അപ്ലൈ ചെയ്യുക. അതിനുശേഷം ഇതുപോലെ പേൾ ചെയിൻ വെച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഈ ഒരു പേൾ ചെയിന് പകരം ബോൾ ചെയിനോ അല്ലെങ്കിൽ നമുക്ക് കളർ സ്റ്റോൺ ചെയിനുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വെച്ചിട്ട് ഡിസൈൻ ചെയ്തെടുക്കാം. നമ്മുടെ കയ്യിലുള്ള കളർ കോമ്പിനേഷനൊക്കെ നന്നായിട്ട് തന്നെ എടുക്കുക. ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ ആ ഒരു പിങ്ക് കുന്തൻ സ്റ്റോണാണ് ഉണ്ടായത്, അതാണ് അടിയിൽ വെച്ച് കൊടുത്തത്. എങ്കിലും എനിക്ക് ആ കളർ അത്രയ്ക്ക് കുഴപ്പമായിട്ട് തോന്നിയില്ല. എങ്ങനെയാണെന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായം പറയാം. ഇനി നമ്മൾ ഇതുപോലെ വെച്ചിട്ട് ഇതിനെ ചുറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. അവിടെ കട്ട് ചെയ്യുന്നില്ല, നമ്മൾ അവിടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം നമുക്കത് കറക്റ്റ് റൗണ്ടിൽ വരാനായിട്ട്. അപ്പോൾ അത് കട്ട് ചെയ്യാതെ തന്നെ നമുക്ക് ഇതിനെങ്ങനെ ചുറ്റി ഓപ്പോസിറ്റ് സൈഡിലേക്ക് കൊണ്ടുവരാം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു ഗ്യാപ്പ് അവിടെ ഇട്ടത്. കണ്ടോ, ആ ഗ്യാപ്പ് ഇടുന്നത് നിങ്ങൾ കറക്റ്റായിട്ട് നോക്കിയിട്ട് ഇടാം. പിന്നെ ഇത്തിരിയൊക്കെ വ്യത്യാസം ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സ്റ്റോണിന് താഴത്തേക്ക് ഒന്ന് ഇറക്കി കൊടുക്കാനൊക്കെ പറ്റും. കമ്മലുകളൊക്കെ ചെയ്ത് പരിചയമുള്ളവർക്കാണ് അത് കറക്റ്റായിട്ട് വരുള്ളൂ. ആദ്യമൊക്കെ ചെയ്യുന്നവർക്ക് അത്ര പെട്ടെന്നൊന്നും അത് ഓക്കെ ആയിട്ട് വരില്ല. അപ്പോൾ നിങ്ങൾ ഇതുപോലെ പതുക്കെ താഴത്തേക്കൊക്കെ ഒന്ന് സ്റ്റോണിനെ ഒന്ന് ഇറക്കി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കറക്റ്റായിട്ട് ഒട്ടിച്ചെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഒട്ടിക്കുമ്പോൾ ശ്രദ്ധിക്കുക, ആ ലെവൽ, അതായത് ആ ഒരു ഷേപ്പ് കറക്റ്റായിട്ട് തന്നെ വരാൻ ശ്രദ്ധിക്കുക. ചെരിഞ്ഞു പോകരുത് ചെയിൻ, ബോൾ ചെയിൻ ഇതുപോലെ ചെരിഞ്ഞു പോകാതെ സ്ട്രെയിറ്റ് ആയിട്ട് ആ സ്റ്റോണുകൾ, അതായത് ബോൾ ചെയിൻ്റെ ആ സ്റ്റോണുകളൊക്കെ വരുന്ന രീതിയിൽ ഒട്ടിച്ച് കൊടുക്കുക. നിങ്ങൾക്ക് ജ്വല്ലറി മേക്കിംഗ് പഠിക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഓൺലൈൻ ക്ലാസ് കൊടുക്കുന്നുണ്ട്. 3 മാസത്തെ കോഴ്സായിട്ടാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ സ്ക്രീനിൽ കാണിക്കുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്തോളൂ. നമ്മുടെ ഡീറ്റെയിൽസ് പറയാം. നമ്മുടെ മെയ് ബാച്ച് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ജൂണിലാണ് ബാച്ച് വരുന്നത്. ജൂൺ 5-ാം തീയതിയോടുകൂടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ഫീസിൻ്റെ ഡീറ്റെയിൽസും ക്ലാസ് ഡീറ്റെയിൽസും ഒക്കെ നമ്മൾ പറയുന്നതാണ്. നമ്മൾ ഹെയർ ആക്സസറീസിൻ്റെ ക്ലാസ്സും കൊടുക്കുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്തോളൂ. ഇനി നമ്മൾ അടുത്ത സ്റ്റോൺ ഒട്ടിച്ചു കൊടുക്കാൻ പോവാണ് കേട്ടോ. അടുത്ത സ്റ്റോണ് നമ്മൾ രണ്ടാമത് ഒട്ടിച്ച അതേ രീതിയിൽ തന്നെയാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്, മുകളിലേക്ക് വരുന്ന രീതിയിൽ കേട്ടോ. ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാം കേട്ടോ. സ്റ്റോണുകൾ എങ്ങനെ ഒട്ടിച്ചെടുക്കണം എന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് ഓരോ ഐഡിയാസ് പറഞ്ഞു തരികയാണ്. നിങ്ങൾ ഈ ഒരു മോഡലിൽ തന്നെ ചെയ്യണമെന്നില്ല. നിങ്ങളുടെ ഐഡിയയിൽ നിങ്ങളുടേതായ ഡിസൈനിലൊക്കെ ചെയ്ത് നോക്കുക. അപ്പോഴാണ് നിങ്ങൾക്ക് കൂടുതലും പഠിച്ചത് കൊണ്ട് കാര്യം ഉണ്ടാവുള്ളൂ. ഇപ്പോൾ നമ്മൾ പറഞ്ഞു തരുന്ന ആ മോഡൽ തന്നെ നിങ്ങൾ പഠിച്ചു വെച്ചിട്ട് കാര്യമില്ല. പക്ഷേ നിങ്ങൾക്ക് ആ ഒരു ഐഡിയ കിട്ടി ഇങ്ങനെയൊക്കെ ചെയ്യാം എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ഐഡിയയ്ക്ക് പുതിയ പുതിയ ഡിസൈനുകൾ കണ്ടെത്തിയിട്ട് ചെയ്യുക. ഇപ്പോൾ നിങ്ങളിതൊക്കെ പഠിച്ചു കഴിഞ്ഞ് നിങ്ങൾ പുറത്തേക്കൊക്കെ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഞാൻ ചെയ്ത രീതിയിൽ മാത്രം ചെയ്ത് കൊടുത്തിട്ട് കാര്യമില്ല. കാരണം ഹാൻഡ് മെയ്ഡ് ഐറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ എപ്പോഴും വെറൈറ്റി ആണ് നോക്കുക. കാരണം ഒരാൾ ചെയ്ത മോഡൽ തന്നെയാണെങ്കിൽ അവർക്ക് വേറെ ഓപ്ഷൻ ഉണ്ട് കിട്ടാനായിട്ട്. നമ്മളിലും നന്നായിട്ട് ചെയ്യുന്നവരുണ്ടാവാം. അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ, അത് ആ സ്ഥാനത്ത് നിങ്ങളുടെ ഐഡിയയിൽ പുതിയ പുതിയ ഡിസൈനുകൾ ചെയ്യുമ്പോൾ അത് നിങ്ങളുടെ കയ്യിൽ നിന്ന് മാത്രമേ അവർക്ക് കിട്ടുകയുള്ളൂ, കസ്റ്റമേഴ്സിന്. അപ്പോൾ അതുകൊണ്ട് നമ്മൾക്ക് കിട്ടുന്ന കസ്റ്റമേഴ്സ് നമ്മുടെ അടുത്ത് നിന്ന് പോവാതെയും പുതിയ കസ്റ്റമേഴ്സിനെയും നമുക്ക് കിട്ടും. അപ്പോൾ പുതിയ ഡിസൈനുകൾ കൊണ്ടുവരിക. നിങ്ങളിതൊക്കെ പഠിക്കുന്ന സമയത്തെ നിങ്ങളുടെ ഐഡിയയിലൊക്കെ തന്നെ ചെയ്ത് പോവുക. അപ്പോഴാണ് നിങ്ങൾക്ക് വർക്ക് ചെയ്യുന്ന സമയത്തും അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ട്രാക്കിലേക്ക് എത്തുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കും ഇപ്പോൾ പഠിക്കുമ്പോൾ ഇങ്ങനെ പഠിക്കുക, ഇനി വർക്ക് ചെയ്യുന്ന സമയത്ത് നോക്കാം. അങ്ങനെ ചെയ്യരുത്. നിങ്ങൾ വീഡിയോസ് കണ്ട് പഠിക്കുകയാണെങ്കിലും നിങ്ങൾ എനിക്ക് കമൻറ്റ് ഇട്ടാൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാനത് കമൻറ്റിലൂടെ തന്നെ റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ. നമ്മുടെ ഈ ഫോൺ നമ്പറിലേക്ക് നിങ്ങൾ പരമാവധി ഒഴിവാക്കുക. കാരണം നമ്മൾ ക്ലാസ്സിന് വേണ്ടി കൊടുക്കുന്നതാണ്. എങ്കിലും ചിലരൊക്കെ
വന്നിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാൻ പരമാവധി റിപ്ലൈ കൊടുക്കാറുണ്ട്. പക്ഷേ നമ്മളത് ക്ലാസ്സിന് വേണ്ടി വെച്ചിട്ടുള്ള നമ്പറാണ്, അതുകൊണ്ട് അതിലാരും വന്നിട്ട് അധികം മെസ്സേജസ് ഇടാതിരിക്കുക. നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്തോളൂ, ഞാൻ റിപ്ലൈ തരും. ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റയിൽ വന്നിട്ട് കമൻറ്റ് ചെയ്യാം. ഇൻസ്റ്റയിലായാലും ഞാൻ മെസ്സേജ് തരും കേട്ടോ. അപ്പോൾ നമ്മൾ ലാസ്റ്റിൽ ഒട്ടിച്ച് സ്റ്റോണിന് ചുറ്റും പേൾ ചെയിൻ ഒട്ടിച്ച് കൊടുത്തു. ഇനി നമ്മൾ ഇതിന് ചുറ്റും നമ്മുടെ കുന്തൻ സ്റ്റോൺ ഒട്ടിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ അത് ആ ലാസ്റ്റിലുള്ള ഒട്ടിച്ച സ്റ്റോണിന് ചുറ്റുമായിട്ടാണ് ഒട്ടിച്ച് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ അതിൻ്റെ മുകളിലുള്ളതിൻ്റെ ഒരു അടുത്ത ഒരെണ്ണം കൂടി ഒട്ടിച്ച് കൊടുക്കും. അപ്പോൾ ഫസ്റ്റിൽ തന്നെ നമ്മൾ താഴേന്ന് ഒട്ടിച്ച് പോയെങ്കിലേ നമുക്കത് കറക്റ്റായിട്ട് വരുള്ളൂ. താഴെ ഇതുപോലെ രണ്ടും ഓപ്പോസിറ്റ് സൈഡിലേക്കായിട്ട് വെച്ച് കൊടുത്തു. ഇനി ചുറ്റിനും ഇങ്ങനെ ഒട്ടിച്ച് പോവാം. ഫസ്റ്റിൽ നിങ്ങൾ ഒരു ഇതിൽ ഒട്ടിച്ച് എടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് അതിനെ ലെവലാക്കി കൊടുക്കാം. എങ്ങനെയാണ് അത് വരുന്നതെന്നുള്ളത് ലെവലാക്കി കൊടുക്കാം. സ്റ്റോണിൻ്റെ എല്ലാ ഭാഗത്തും ഗ്ലൂ ആയിട്ടുണ്ടാവണം, ഇല്ലെങ്കിൽ അത് വിട്ടുപോകാൻ, നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്തൊക്കെ വിട്ടുപോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് ഒട്ടിക്കുക. അപ്പോൾ ഇങ്ങനെ ചെരിച്ച് ഒട്ടിച്ചിട്ട് നിങ്ങൾക്ക് ലെവലാക്കി കൊടുക്കാം. എങ്ങനെയാണ് ആ ഷേപ്പ് വേണ്ടതെന്ന് നോക്കിയിട്ട് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഗ്ലൂവിൻ്റെ കാര്യം നമ്മൾ പറയാൻ വിട്ടു. ഗ്ലൂ നമുക്ക് B7000, 8000 ഒക്കെ യൂസ് ചെയ്യാം. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് 8000 ആണ്. എൻ്റെ കയ്യിൽ 7000 ഉണ്ട്, ഞാൻ അതും യൂസ് ചെയ്യാറുണ്ട്. രണ്ടും ഓക്കെ ആണ് കേട്ടോ. ബാക്കിയുള്ള ഗ്ലൂവിനേക്കാളൊക്കെ നല്ലത് നമുക്ക് ഈ ഒരു ഗ്ലൂ തന്നെയാണ് ഈ ജ്വല്ലറീസൊക്കെ ചെയ്യാനായിട്ട്. ലാസ്റ്റിംഗ് ആണ്. ഡ്രൈ ആവാൻ കുറച്ച് ടൈം എടുക്കുന്നേ ഉള്ളൂ, പക്ഷേ ലാസ്റ്റിംഗ് ആണ്. നിങ്ങൾ നന്നായിട്ട് ഡ്രൈ ആയതിന് ശേഷം മാത്രം കട്ട് ചെയ്തെടുക്കുക. ഞാൻ എല്ലാ വീഡിയോസിലും പറയാറുണ്ട് 24 hours നിങ്ങൾ ഡ്രൈ ആവാൻ മാറ്റി വെക്കണം. എങ്കിൽ മാത്രമേ നമുക്കത് കട്ട് ചെയ്യുമ്പോൾ പെർഫെക്ഷനിൽ കട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ നിങ്ങൾ എന്തായാലും ഒരു രാത്രി ചെയ്ത് നൈറ്റ് ഫുള്ള് ഡ്രൈ ആവാൻ വയ്ക്കുക, എന്നിട്ട് രാവിലെ എനിക്ക് കട്ട് ചെയ്യുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിക്കുക എല്ലാവരും. ഇല്ലെങ്കിൽ നമ്മൾ കസ്റ്റമറിന് കൊടുത്തു കഴിഞ്ഞാൽ അവരത് പെട്ടെന്ന് യൂസ് ചെയ്യും, പെട്ടെന്ന് തന്നെ സ്റ്റോണുകളൊക്കെ വിട്ടുപോകും. അപ്പോൾ നമ്മളോടുള്ള ആ ഒരു ട്രസ്റ്റ് പോവും. അപ്പോൾ അതില്ലാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇത്രയും ഒട്ടിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ആ ഒരു സെൻറ്ററിൽ ഒരു ഗ്യാപ്പ് ഫീൽ ചെയ്യണ പോലെ തോന്നി. അപ്പോൾ ഞാൻ അവിടെയും കൂടി ഒരു സ്റ്റോൺ, ആ ഒരു കുന്തൻ സ്റ്റോൺ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഓപ്ഷണലാണ്, വേണമെന്നുണ്ടെങ്കിൽ മതി. പക്ഷെ അത് ഒട്ടിച്ചപ്പോൾ കുറച്ചും കൂടി ഒരു ഭംഗിയായിട്ട് എനിക്ക് തോന്നിയത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം അത് ചെയ്യേണ്ട ആവശ്യമുള്ളൂ കേട്ടോ. അപ്പോൾ അത്രയും ഒട്ടിച്ച് കഴിഞ്ഞു. ഇനി ഇത് നന്നായിട്ട് ഡ്രൈ ആയതിന് ശേഷം നമുക്കിത് ഫുള്ള് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്യുന്ന വീഡിയോസൊക്കെ ഞാൻ ഒരുപാട് തവണ നമ്മുടെ ചാനലിൽ കാണിച്ചിട്ടുണ്ട്, അതുകൊണ്ട് റിപ്പീറ്റ് ചെയ്യുന്നില്ല. കട്ട് ചെയ്തതിന് ശേഷം സൈഡൊക്കെ ഒന്ന് ഉരുക്കി കൊടുക്കുക. അതെ, നമ്മൾ കട്ട് ചെയ്തെടുത്ത് ഉരുക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബാക്കിൽ നമുക്ക് സ്റ്റഡിൻ്റെ ബേസ് ഒട്ടിച്ച് കൊടുക്കാം. ഇവിടെ ഇത്രയേ ഉള്ളൂ. നമ്മളിത് സ്റ്റഡായിട്ട് ഉള്ള രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത്, ഹാങ് ചെയ്തിടുന്ന പോലെ ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ബാക്കിൽ നമുക്ക് സ്റ്റഡ് ബേസ് ഒട്ടിച്ച് കൊടുക്കാം. വലിയ സ്റ്റഡ് ബേസോ ചെറിയ സ്റ്റഡ് ബേസോ ഏതായാലും ഒട്ടിച്ച് കൊടുക്കാം. ഞാനിവിടെ വലിയ സ്റ്റഡ് ബേസാണ് ഒട്ടിക്കുന്നത്, കാരണം കുറച്ചൊരു ഹെവി ലുക്കാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ സ്റ്റഡ് ബേസ് ഒട്ടിച്ചാലും പുറത്തേക്ക് കാണുമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒട്ടിച്ച് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഡ്രൈ ആയതിന് ശേഷം മാത്രം നിങ്ങൾ യൂസ് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ കമ്മലിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇനി അടുത്തൊരു മേക്കിംഗ് വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. ബൈ.